സർ, ബംഗ്ലാദേശിന് മുകളിലൂടെ ഇന്ത്യൻ മിസൈലുകൾ പറന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ വാർത്ത പുറത്തു വരിക മാത്രമല്ല, ഇന്ത്യൻ മിസൈൽ ബംഗ്ലാദേശിന് മുകളിലൂടെ പോകുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെ ലക്ഷ്യം വെച്ച് ഒരു മിസൈൽ പരീക്ഷിച്ചോ അല്ലെങ്കിൽ മിസൈൽ വിട്ടിരുന്നോ എന്നൊക്കെയുള്ളതാണ് എന്റെ ചോദ്യം. മറ്റൊന്ന് മാത്രമല്ല, DRDO വികസിപ്പിച്ചെടുത്ത നമ്മുടെ അഗ്നി 3ക്ക് ശേഷം അഗ്നി 5 കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ പരീക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ ഈ അഗ്നി 5ന്റെ ഒരു പരീക്ഷണവും ബംഗ്ലാദേശിന് മുകളിൽ കണ്ട ഇന്ത്യൻ മിസൈലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ വരുന്ന അനൗദ്യോഗികമായിട്ടുള്ള വാർത്തയാണ് ബംഗ്ലാദേശിന്റെ മുകളിൽ ഇന്ത്യൻ മിസൈൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ മുകളിൽ കൂടി ഇന്ത്യൻ മിസൈൽ പോയി. ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്നലെ ഒഡീഷയിൽ അഗ്നി 5ന്റെ പരീക്ഷണം നടന്നിരിക്കുന്നു. അഗ്നി 3ന് ശേഷം അഗ്നി 5, അതായത് ബാലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ. ഇതിന്റെ റേഞ്ച് 5000 ആണ് നമ്മൾ പുറത്തു വിട്ടിരിക്കുന്നത്. 7500 കിലോമീറ്റർ വരെ പോകുമെന്ന് അനൗദ്യോഗികമായിട്ട് പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് റഷ്യ കവർ ചെയ്യും. വടക്കേ ചൈന, അതായത് ചൈന മൊത്തം കവർ ചെയ്യുന്ന വടക്കേ അറ്റം വരെയൊക്കെ ചെല്ലുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. യൂറോപ്യൻ രാജ്യങ്ങളും കവർ ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിവിധ പോർമുഖങ്ങൾ ഉള്ളതും ഒരേ സമയം ഒന്നിലധികം അറ്റാക്കുകൾ നടത്താൻ ശേഷിയുള്ളതുമായ ബാലിസ്റ്റിക് മിസൈൽ ആയിട്ടാണ് ഇപ്പം DRDOയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ DRDO വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലാണ്. ഇപ്പം ഇതിന്റെ ഈ പറയുന്ന ആധുനിക നാവിഗേഷൻ, ഗൈഡൻസ്, പോർമുന, പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ എല്ലാം അടങ്ങിയ രീതിയിലൊക്കെയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു മിസൈലാണ്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ പുറത്തുകൂടി ഈ മിസൈൽ പറന്നു എന്ന് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. ഇതുപോലെ നമ്മളെ വേറൊരു കാര്യം നമുക്ക് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അത് 2022 ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു മിസൈൽ, ആൾക്കാർക്കെല്ലാം ഓർമ്മ കാണും, പാകിസ്ഥാനിൽ പതിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നു. 2022 അവിടുത്തെ ഈ പറയുന്ന ആടുതീറ്റുന്നവർ, ഗ്രാമവാസികൾ വിജനമായ പ്രദേശത്ത് ഒരു മിസൈൽ കിടക്കുന്നത് കണ്ട് പാകിസ്ഥാനെ അറിയിക്കുകയും പാകിസ്ഥാൻ പട്ടാളവും അവിടുത്തെ സംവിധാനങ്ങളും വന്ന് പരിശോധിക്കുമ്പോൾ ഇത് ബ്രഹ്മോസ് ആണെന്ന് അറിയും. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യ അറിയിക്കുകയും പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇന്ത്യ അന്ന് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ അയ്യോ, അബദ്ധത്തിൽ ഇവിടുത്തെ 2-3 സൈനിക ഉദ്യോഗസ്ഥന്മാർ തൂത്തു തുടച്ചുകൊണ്ടിരുന്നപ്പോ അങ്ങ് പാകിസ്ഥാനിൽ പോയി വീണതാ. ശരി, അവന്മാരെ 3നെ സസ്പെൻഡ് ചെയ്തേക്കാം, 3 സസ്പെൻഡ് ചെയ്ത് അവിടെ നിർത്തി. ഇപ്പം ഇതിന്റെ യഥാർത്ഥ ചിത്രം അന്ന് നമ്മളിത് പറഞ്ഞപ്പോൾ ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല. ഇത് തൂത്തു തുടച്ചപ്പോൾ പോയതാണെന്ന് പറഞ്ഞു. ഇപ്പൊ സിന്ധുവിന് ശേഷം ഈ പറഞ്ഞ ചൈന വെളിപ്പെടുത്തിയ ഒരു വാർത്താക്കുറിപ്പ് ലോകം മൊത്തം കണ്ടതാണ്. ഇതുപോലെ അന്ന് വന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ രഹസ്യമായിട്ട് വന്നതല്ല. അവരത് കൃത്യമായിട്ട് പരീക്ഷിച്ചതാണ്. പോർമുനകളൊന്നുമില്ലായിരുന്നു. അവർക്ക് ആവശ്യം ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം നിങ്ങൾ ഘടിപ്പിച്ചായിരുന്നല്ലോ, വ്യോമ പ്രതിരോധ സംവിധാനം, ചൈനയുടെ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ഘടിപ്പിക്കുകയും അത് ലോകം മൊത്തം പ്രചരണം നടത്തുകയും ഞങ്ങൾ പ്രതിരോധ സംവിധാനം ഘടിപ്പിച്ചു, ഇനി ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രചരണം നടത്തി. ഈ പ്രചരണം വന്നതിന് ശേഷം ബ്രഹ്മോസ് ഒരു പക്ഷേ ഈ പ്രതിരോധ സംവിധാനത്തെ അതിജീവിക്കുമോ എന്നറിയാൻ ഇന്ത്യ നടത്തിയ പരീക്ഷണം തന്നെയായിരുന്നു എന്ന് പിന്നെ സിന്ധുവിന് ശേഷം പല വാർത്തകളുടെ കൂട്ടത്തിൽ ഔദ്യോഗികമായിട്ട് ചൈന പറയുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ചൈന പറഞ്ഞു ഞങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിന് ബ്രഹ്മോസിനെ മറികടക്കാൻ സാധിക്കത്തില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതങ്ങ് സമ്മതിച്ചു. അപ്പൊ ഇതിനുശേഷം ഇപ്പൊ ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ അഗ്നി 5ന്റെ പരീക്ഷണമായിരുന്നു, ഔദ്യോഗികമായിട്ടുള്ള പരീക്ഷണമായിരുന്നു. ഒഡീഷയിലാണ് നടന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. ഏതാണ്ട് 7500 കിലോമീറ്റർ പോകും. ഇത് ഏതാണ്ട് ചൈനയുടെ വടക്കൻ മേഖല വരെ മറികടക്കും, റഷ്യയെ മറികടക്കും, യൂറോപ്യൻ രാജ്യങ്ങളെ മറികടക്കും. ഇത് എന്തുകൊണ്ട് പരീക്ഷണം സമയത്ത് നമ്മൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ബംഗ്ലാദേശിന്റെ മുകളിൽ കൂടി പറന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നേരത്തെ ഇതുപോലെ ഒരു പരീക്ഷണം പാകിസ്ഥാനിൽ നടത്തിയതുപോലെ ഈ പറയുന്ന ബംഗ്ലാദേശും പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മളെ ആക്രമിക്കാൻ ഇരിക്കുന്ന ഒരവസ്ഥയുള്ളപ്പോൾ അല്ലെങ്കിൽ അതിനൊരു സാധ്യത നോക്കിയിരിക്കുമ്പോൾ
ചിക്കൻ നെക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന ബംഗ്ലാദേശ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പരീക്ഷണം ഈ കൊച്ചു രാജ്യത്തിന്റെ മുകളിൽ കൂടിയാകുമ്പോൾ ആ പരീക്ഷണത്തിന്റെ ഫലം ആ പറയുന്ന ബംഗ്ലാദേശിനും ഈ ബംഗ്ലാദേശിനെ ഇതിനു വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനും ഉണ്ടാകും. അപ്പം പാകിസ്ഥാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാൻ ഈ മിസൈൽ പരീക്ഷണത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഭീഷണിയാണ്, അല്ലെങ്കിൽ ആണവ ശേഷിയെ ഇന്ത്യയുടെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അത്തരത്തിൽ ആണവ പോർമുഖങ്ങളും ഒക്കെയുള്ള മിസൈലാണ്, ഇത് ഞങ്ങൾക്ക് പരീക്ഷണം ആണ് എന്ന് ഞങ്ങളുടെ കണ്ടെത്തൽ കൂടാതെ ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റു പല രാജ്യങ്ങൾക്കും ഇത് ഭീഷണിയാണെന്ന് കണ്ട് ഈ പറയുന്ന പാക് പ്രധാനമന്ത്രി മുനീറും ഔദ്യോഗികമായിട്ട് വിളിച്ചറിയിക്കുന്ന അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലേക്കുള്ള പരീക്ഷണം നമ്മൾ അഗ്നി 3 പരീക്ഷിക്കുന്നു, അതിനുശേഷം അഗ്നി 5 പരീക്ഷിക്കുന്നു, ഇനിയും അടുത്ത ഇതിന് ശേഷം ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പേറിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഈ പറയുന്ന 5000-ത്തിനപ്പുറം ശേഷിയുള്ള അഗ്നി 5ന്റെ പുതിയ വേർഷൻസിന്റെ പണിപ്പുരയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു, ഏതാണ്ട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന മിസൈൽ കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയ്ക്കും പാകിസ്ഥാനും എല്ലാം ത്രട്ടാവുകയും ചൈന ഇപ്പം നമ്മൾക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഭീഷണിയെ മറികടക്കാൻ സാധിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു പരീക്ഷണവും കാര്യങ്ങളും ഒക്കെയാണ് അഗ്നി 5ൽ കൂടി നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട പരീക്ഷണം ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നേരത്തെ നടന്നതായിട്ടൊക്കെ നമ്മൾ വാർത്തകൾ വായിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ഇപ്പം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പതിപ്പ് വെളിയിൽ വരികയും അല്ലെങ്കിൽ അത്തരത്തിൽ പരീക്ഷണം നടത്തുകയും നമ്മളുടെ ആയുധ ശേഖരത്തിലേക്ക് ഇത്തരത്തിൽ ഒരു മിസൈൽ കൂടി വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പം ഏതായാലും ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം മറ്റു പല മിസൈലുകൾ, നമ്മളുടെ മിസൈലുകൾ രാജ്യത്തിന് ഭീഷണിയാവുന്നത് പോലെ ഈ മിസൈലും രാജ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിന്റെ ദൂരപരിധിയും അല്ലെങ്കിൽ ഒന്നിലധികം പോർമുനകളും ആയുധം ഘടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് നീങ്ങാനുള്ള ശേഷിയും അതിന്റെ സ്പീഡും ഒക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാനം. ഏതായാലും ഇത് ഇന്നലെ നടത്തിയ പരീക്ഷണവും അനൗദ്യോഗികമായിട്ട് ബംഗ്ലാദേശിന്റെ മുകളിൽ കൂടി തന്നെ ഈ മിസൈൽ പരീക്ഷണം നടന്നിരിക്കുന്നു എന്നതൊക്കെ ഈ പറയുന്ന ബംഗ്ലാദേശിനെയും ശത്രു രാജ്യങ്ങളെയും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ലോകത്ത് വലിയ ചർച്ചയുമായിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. യെസ്, ഇന്ത്യയുടെ അഗ്നി 5 എന്തായാലും വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ ഉൾപ്പെടെ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ അഗ്നി 5നെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ്. ബംഗ്ലാദേശിന് മുകളിലൂടെ എങ്ങനെ ഇന്ത്യൻ മിസൈൽ എത്തി എന്നുള്ള തരത്തിലും ചർച്ചകൾ സജീവമാകുന്നു. ഒപ്പം ഇന്ത്യ പരീക്ഷിച്ച അഗ്നി 5ന്റെ അതിന്റെ ഒരു മേന്മകൾ അല്ലെങ്കിൽ അഗ്നി 5 എത്രത്തോളം ശക്തമാണ് എന്നുള്ള രീതിയിലും ചർച്ചകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. പാകിസ്ഥാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന കാര്യവും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.